പുക്കാട്ടുപടി ടൗണിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിനോട് വളരെ അടുത്തായിട്ട് വരുന്ന ഒരു 3 BHK പ്രീമിയം ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 9 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് ഏകദേശം 11 കിലോമീറ്ററും കൂടാതെ ആലുവ ടൗണിലേക്ക് ഏകദേശം 7.5 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്കും സമരിട്ടൺ ഹോസ്പിറ്റലിലേക്കും ചാർട്ടർ പബ്ലിക് സ്കൂളിലേക്കും കിഴക്കമ്പലം ടൗണിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്കിവിടുന്ന് ലഭ്യമാണ്. വീടിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3,800 സെൻറ്റ് ലാൻഡിലായിട്ട് 1,650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി സൗകര്യത്തോടു കൂടി വരുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു പക്ക ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്, ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്, ഒരു ബ്രിക്കിൻ്റെ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റുകളും ബോക്സി ടൈപ്പ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രീനറി ഗെറ്റപ്പിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, നല്ല GI ഫ്രെയിം വർക്കൊക്കെ കൊടുത്തിട്ട് പെബിൾ ടെക്സ്ചർ കൊടുത്ത് 2-way സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ വീടിനോട് ആപ്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഗേറ്റിൻ്റെ പില്ലറിലുമായിട്ടും 2-way ലൈറ്റിൻ്റെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റ് GI ഫ്രെയിമിൽ CNC കട്ടിങ് കൊടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലായിട്ടും ഒരു 4 അടിയുടെ ഫോൾഡിംഗ് ഗേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ XUV കാർ പാർക്കിംഗ് നമുക്കിവിടെ ഫുൾ കവേർഡായിട്ട് കിട്ടുന്നുണ്ട്. സീലിങ്ങിലൊക്കെ ആയിട്ട് ലൂവർ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. കൂടാതെ ഫ്ലോറിലൊക്കെ ആയിട്ട് കോബ്ലർ സ്റ്റോണാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് ഒരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ അഡീഷണൽ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും 2-3 2 വീലറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ പ്ലാന്റ് ബോക്സുകളുടെ വർക്കുകൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗ്ലാഡിങ് സ്റ്റോൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ഒരു കിണറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. ഈ സൈഡിലേക്ക് ആയിട്ട് നല്ലൊരു പ്ലാന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയയും ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മുടെ ബെഡ്റൂമിൽ വീടിൻ്റെ അകത്തുനിന്ന് വരുന്ന പാഷ്യോയിലേക്കുള്ള ആക്സസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്നും അവൈലബിൾ ആണ്. നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ പ്ലാന്റ് ബോക്സിൻ്റെ വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ട് തെക്ക് പടിഞ്ഞാറ് മൂലയിലും നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ബാക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാവിങ് ടൈലൊക്കെ വിരിച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ ബിൽഡർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ സൗകര്യവും ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്ന വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഗാർഡൻ വർക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിന് സ്റ്റെപ്പുകളായിട്ട് നല്ല വീതിയുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം നമ്മൾ സിറ്റ് ഔട്ടിൽ കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് ഒരു G7 ഗ്രേ കളറിൽ വരുന്ന സ്ലാബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പോർച്ചിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ലോവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ഫ്രണ്ട് ഡോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത്. 2 പാളി ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തേക്കൂടിൽ തന്നെയാണ് ഡോറുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഒരു കോർണർ ടൈപ്പ് സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് പടിഞ്ഞാറ് വശത്തേക്ക് വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കർട്ടൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി തെക്ക് ഭാഗത്തായിട്ടും വൈഡ് വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. പാനലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ട് ബ്ലൈൻഡിൻ്റെ വർക്കുകളൊക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ട് കൊടുത്തതിനെ കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഹാങ്ങിങ് ലൈറ്റുകളും ഫോൾ സീലിംഗ് വർക്കുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുകളിലൊക്കെ ആയിട്ട് ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഭിത്തിയിലൊക്കെ നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഭിത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെൽവെറ്റ് ഫോഗിൻ്റെ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൗകര്യം നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി ഈ ഒരു കോർണറിലായിട്ട് നല്ല രീതിയിലൊരു ലൂവർ പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ്ങിലേക്കുള്ള പാസേജിലൊക്കെ നല്ലൊരു പാർട്ടീഷൻ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വുഡൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഭിത്തിയിലായിട്ട് ഒരു വിൻറ്റേജ് ക്ലോക്കിൻ്റെ സൗകര്യങ്ങൾ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. വടക്ക് ഭാഗത്തെ ഭിത്തിയിലേക്കായിട്ട് നമുക്കൊരു സ്ലൈഡിംഗ് ഡോറിൻ്റെ സൗകര്യം ടഫ് ആൻഡ് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പാഷ്യോ സൗകര്യങ്ങളും ഗാർഡൻ വർക്കുകളും ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ
നേരെ പോകുന്നത് ഈ വീടിൻ്റെ വാഷ് കൗണ്ടറിൻ്റെ ഭാഗത്തേക്കാണ്. ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ ചേർന്ന് തന്നെ ഗാർഡൻ ഒരു നല്ലൊരു പ്ലാന്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു എലഗൻറ്റ് ഡിസൈനിൽ വരുന്ന പാർട്ടീഷൻ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ താഴെയായിട്ട് പെബിൾസൊക്കെ വിരിച്ചിട്ട് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് നല്ലൊരു ടൈലിൻ്റെ വർക്ക് വരുന്നുണ്ട്. ലൈറ്റിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനായിട്ട് ജാഗ്വാർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ടാപ്പും ജാഗ്വാറിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് നമുക്കൊരു ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്കുകൾ സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ UPVC പാനലിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ് പോകുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരു പാർട്ടീഷൻ വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. താഴെയായിട്ട് ലോവർ പാനലിങ് വരുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിൽ വരുന്നൊരു കിച്ചണാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം ഒരു 120ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു കിച്ചൺ തന്നെ വരുന്നുണ്ട്. വടക്ക് ഭാഗത്തേക്കായിട്ടും കിഴക്ക് ഭാഗത്തേക്കായിട്ടും വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു BLDC ഫാനിൻ്റെ സൗകര്യവും ഫോൾ സീലിംഗ് വർക്കുകളും വരുന്നുണ്ട്. ഓൾറെഡി ഫാബറിൻ്റെ ഒരു ചിമ്മിണിയും ഫാബറിൻ്റെ തന്നെ ഒരു 3 ബർണറിൻ്റെ ഹോബും ബിൽഡർ അതിനോടൊപ്പം അറ്റാച്ച്ഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെയിം കളർ പാറ്റേണിൽ വരുന്ന സ്റ്റോറേജ് സ്പേസുകൾ തന്നെയാണ് വരുന്നത്. ഇവിടെയും ഓവനൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഇവിടെയായിട്ടൊരു വലിയ ഫ്രിഡ്ജൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഒരു മാറ്റ് ഫിനിഷ് ഗ്രേ കളർ ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു കൗണ്ടർ ടോപ്പായിട്ട് കബോർഡൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സിങ്കും ടാപ്പൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്ക് കിട്ടുന്ന അറേഞ്ച്മെൻറ്റ്സ് വരുന്നുണ്ട്. കൂടാതെ ഗ്യാസ് സിലിണ്ടറൊക്കെ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ അവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തെക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ പറ്റുന്ന ടാപ്പ് പോയിൻറ്റുകളും പ്ലഗ് പോയിൻറ്റുകളും ഡ്രെയിനേജ് സൗകര്യങ്ങളും ഒരു ടാപ്പിൻ്റെ സൗകര്യങ്ങളൊക്കെ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമായിട്ടാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. ഓൾറെഡി ഒരു ഫ്ലോട്ടിംഗ് ബെഡിൻ്റെ സൗകര്യവും ഫോമൊക്കെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും BLDC ഫാനും ഇതിനോട് അറ്റാച്ച്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് 2 സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. തെക്ക് ഭാഗത്തേക്കായിട്ടൊരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി കബോർഡ് സ്പേസുകൾ നല്ല ലാർജായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ മേളിലും സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ അതിനോട് അറ്റാച്ച്ഡായിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ ലോവർ പാനലിംഗ് കൊടുത്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസ് വരുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഹാൻഡ് ഷവറും എല്ലാം അതിനോട് അറ്റാച്ച്ഡായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരു എലഗൻറ്റ് ഡിസൈൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു കണ്ടംപററി ബീം സ്റ്റെയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആർക്കിടെക്ചറൽ വീടായതുകൊണ്ട് തന്നെ സ്റ്റെയറും എല്ലാം ഒരു ആർക്കിടെക്ചറൽ പാറ്റേണിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയറിൻ്റെ ഫേസിങ് വരുന്നത്. കൂടാതെ നല്ല രീതിയിൽ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാക്കുവേലായിട്ട് G7 സ്ലാബ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി പോകുന്ന സൈഡിലെ ഭിത്തിയിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സിമെൻറ്റ് ടെക്സ്ചറിൻ്റെ വർക്കുകളും ഗ്ലാസ് വിൻഡോസുകളും ഹാങ്ങിങ് ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് സ്കൈ വ്യൂ അറേഞ്ച്മെൻറ്റ്സിലാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് എത്തുമ്പോൾ ആ ഗ്ലാസ് വിൻഡോസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഈ ഭാഗത്തും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ വെളിച്ചം കിട്ടാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി അപ്പർ ലിവിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. BLDC ഫാനിൻ്റെ സൗകര്യം വരുന്നുണ്ട്. നല്ലൊരു വാൾപേപ്പറിൻ്റെ വർക്കൊക്കെ നമുക്ക് ഭിത്തിയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ലിവിങ് റൂമിൻ്റെ ഡബിൾ ലൈറ്റഡ് വ്യൂ നമുക്കിവിടെ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട്. കൂടാതെ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ട് ഹാൻഡ് റെയിൽ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഭിത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിളിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ബിഹൈൻഡിലായിട്ട് ആ വാൾപേപ്പറിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ബുക്ക് ഷെൽഫിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭിത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സ്കൾട്ടൺ ക്ലോക്കിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് ഒരു എന്താ പറയുക വാൾപേപ്പറിൻ്റെ വർക്ക് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് അയൺ ടേബിളൊക്കെയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മളിനി ഇതിൻ്റെ അടുത്ത ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം തന്നെ വരുന്നുണ്ട്. നല്ല രീതിയിൽ ബേ വിൻഡോ കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. വൈഡ് വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കർട്ടൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച്ഡായിട്ട് ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങളും ഷെൽഫുകളെല്ലാം ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വിൻഡോ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് നേരെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സെയിം ഫിറ്റിങ്സുകളുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം കൺസെപ്റ്റിൽ വരുന്നൊരു ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെയും ഫ്ലോട്ടിംഗ് ബെഡൊക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒരു സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഡോറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണി നമുക്ക് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഹാൻഡ് റെയിൽ വർക്കുകളൊക്കെ ചെയ്തിട്ട് പുറം കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ബെഡ്റൂമിൽ നിന്നിട്ട് അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച്ഡായിട്ട് ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. 2 ബെഡിൻ്റെ എൻഡിലായിട്ട് ടേബിൾ ലാമ്പുകളുടെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴെ കണ്ട അതേ ബാത്റൂമിൻ്റെ സെയിം വലിപ്പത്തിൽ വരുന്ന ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന ബാത്റൂം തന്നെയാണ്. ഒരു ഗ്ലാസ് പാർട്ടീഷൻ്റെ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജാഗോറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും കൂടാതെ ഹാൻഡ് ഷവറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു കൺസീൽഡ് വാൾമൗണ്ട് ഫിറ്റിങ്സുകൾ കൊടുത്തിരിക്കുന്നതും ജാഗോറിൻ്റെ തന്നെയാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ടെറസിലേക്ക് പോകുന്ന ഒരു ഭാഗത്തേക്കാണ്. ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് പോലെ തന്നെയാണ് ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ബാൽക്കണി പോലെ ഉള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഇവിടെ വന്നിട്ട് അവൈലബിൾ ആണ്. ഈ ബാൽക്കണിയിലൂടെ നമ്മൾ ഇങ്ങോട്ട് പാസേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് ടെറസിലേക്ക് പോകാൻ പറ്റുന്ന സ്റ്റെയർ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ സ്റ്റെയർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല വിശാലമായ ഒരു ടെറസിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിം വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു CNC വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഒരു 1-2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ ടോപ്പൊക്കെ കൊടുത്തിട്ട് വരുന്ന ഒരു ബാൽക്കണി തന്നെയാണ് വരുന്നത്. ഡോർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ ലഭ്യമാണ്. പൂക്കാട്ടുപടി ടൗണിൽ നിന്ന് വളരെ ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഒരു 3 BHK ആർക്കിടെക്ചറൽ പ്രീമിയം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഏകദേശം ഒരു 15ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് റെസിഡൻഷ്യൽ ഏരിയയാണ്. ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിലേക്കും സമരിട്ടൺ ഹോസ്പിറ്റലിലേക്കും പൂക്കാട്ടുപടി ടൗണിലേക്കും കിഴക്കമ്പലത്തേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 380 സെൻറ്റ് ലാൻഡിലായിട്ട് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 98 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.